ഇനി ഞാൻ പറയാം. അതായത് എന്റെ എനിക്ക് കൃത്യമായിട്ട് 1800-കളുടെ പകുതി 1850-ലോ 40-ലോ ഒക്കെയാണ് ഇത് മാർക്സ് ഇത് എഴുതുന്നത്, ഈ ആശയങ്ങളൊക്കെ എഴുതുന്നത്. അപ്പം ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയോ രാഷ്ട്രീയക്കാരെയോ അല്ല, കമ്മ്യൂണിസം എന്ന ആശയത്തെക്കുറിച്ച് ഗ്ലോബൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിനെതിരാണോ? കമ്മ്യൂണിസം പ്രാക്ടിക്കൽ അല്ലെന്നുള്ള ബോധ്യമുണ്ട്. എതിർക്കേണ്ട കാര്യമില്ല. ആളുകൾക്ക് എന്ത് വേണേലും വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ള ലോകത്ത് ഞാൻ എന്തിനാ, എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ചോറ് തിന്നുന്ന ഒരാളെ ഞാൻ എതിർക്കേണ്ട കാര്യമുണ്ടോ? അവരുണ്ടോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചപ്പാത്തി തിന്നുള്ളൂ. അപ്പൊ ഇത് പ്രാക്ടിക്കൽ അല്ല, ഈ ഐഡിയോളജി പ്രാക്ടിക്കൽ അല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. നമ്മുടെ നാട്ടിൽ ഡെമോക്രസിയുടെ ഫിൽട്ടറിലൂടെ വരുന്നൊരു കമ്മ്യൂണിസമാണ്. അത് കമ്മ്യൂണിസ്റ്റ് എന്ന് പേരുള്ള ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടി എന്നല്ലാതെ വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പുലുകി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണണ്ട. അങ്ങനെ ഇല്ല. കാരണം കമ്മ്യൂണിസം പ്രാക്ടിക്കൽ അല്ല.